നെഞ്ചിൽ കൈവച്ച് പറയാണ്, ഇതുമാതിരി ഒരു സിനിമ ലൈഫിൽ കണ്ടിട്ടില്ല. ഇത് നമ്മൾ കണ്ട ഓരോ ടെററിസ്റ്റ് അറ്റാക്കുകളിനെ കാണുമ്പോൾ നമ്മൾ ശ്വാസം അടക്കി പിടിച്ചിരുന്ന പോലെയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കലാപം ഉള്ളത് നമ്മൾ മറക്കാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്, യുദ്ധങ്ങളും കലാപങ്ങളും നമ്മളെ ഒരാൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഇങ്ങനെ ഉണ്ടായ ഒരു കലാപത്തിൻ്റെ ഒരു തീ കത്തി, സാധാരണ കത്തിപ്പോയ ഒരു ട്രെയിനിൻ്റെ ബോഗീനെ കൊണ്ട് അവിടെയുള്ള ഹിന്ദുക്കളെല്ലാം വന്ന് മുസ്ലിങ്ങളെ ഒന്നടങ്കം കൊല്ലുന്നത്, റേപ്പ് ചെയ്യണ സീന് കാണിച്ച് അവിടെ നിന്നുള്ള ഒരാൾ രക്ഷപ്പെട്ട്, കഥ തന്നെ പറഞ്ഞുതരാം, ആള് രക്ഷപ്പെട്ട് എത്തുന്നത് ലഷ്കർ-ഇ തൊയ്ബന്റെ ഗാങ്ങില്. അവിടുത്തെ ഗാങ് ലീഡറാണ് മോഹൻലാൽ. ആ മോഹൻലാൽ ഖുറേഷിനോട് എടുത്ത് എത്തിയ ആള് പറയുന്ന അതാണ് പശ്ചാത്തലം. അപ്പൊ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? പിന്നെ യമനിൽ ഇരുന്നു കൊണ്ടാണ് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതെന്നുള്ള ഒരു മെസ്സേജാണ് ആ സിനിമ കാണുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു റിവ്യൂ. ദിസ് ഇസ് വെരി ബാഡ്. ഒരു വേസ്റ്റ് ലാൻഡായിട്ട് കേരളത്തിനെ ചിത്രീകരിച്ച് ഒരു ലാൻഡിനെ മുക്കിക്കളയും. ഇവിടെ ഒന്നുമില്ല. ഇവിടുത്തെ രാഷ്ട്രീയത്തെ, കേരളം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സ്വന്തം നാടിനെ ഡെവിൾസ് ലാൻഡാക്കി മാറ്റുന്ന ഈ എഴുത്തുകാരനും സംവിധായകനും ഇതിൽ